ഇത് രണ്ടാമത്തേതാണ്, രോഗികളുടെ അവകാശത്തിൽ രണ്ടാമത്തെയാണ്. ഞാനൊരു കഥ പറഞ്ഞു തുടങ്ങാം. വിദേശ രാജ്യത്ത് ഒരു ഹസ്ബൻഡും വൈഫും അവർ ജീവിച്ചു വരികയായിരുന്നു. ഒരു ദിവസം ഭാര്യയ്ക്ക് സംശയം തോന്നുകയാണ് ഇദ്ദേഹത്തിന് എന്തോ ഒരു റിലേഷൻഷിപ്പ് എവിടെയോ ഉണ്ടെന്ന്. അപ്പോൾ ഇദ്ദേഹം ഡെൻ്റൽ അപ്പോയിൻമെൻറ്റ്സ് എന്ന് പറഞ്ഞ് അടുപ്പിച്ചുള്ള ആഴ്ചകളിൽ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ്. അപ്പോൾ സാധാരണഗതിയിൽ അവിടെയൊക്കെ ഡെൻ്റൽ അപ്പോയിൻമെൻറ്റ് കിട്ടാനായിട്ട് കുറേ സമയമെടുക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫൈനാൻഷ്യൽ സാഹചര്യം അത്ര നല്ലതല്ല. അപ്പോൾ കൂടുതൽ പൈസ വരുന്ന ചികിത്സയാണെന്നാണ് ഭാര്യയോട് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നമ്മൾ ലോകത്തെ ഏറ്റവും പണം കുറവിൽ, ചിലവ് കുറവിൽ ഡെൻറ്റിസ്ട്രി കിട്ടുന്ന സംസ്ഥാനം, ലോകത്ത് ഏറ്റവും നല്ല സ്ഥലം, ഏറ്റവും നല്ല ഡെൻറ്റിസ്ട്രി കിട്ടുന്ന, ഏറ്റവും കുറഞ്ഞ കിട്ടുന്ന കേരളമാണ്. ഒരു സംശയം വേണ്ട, ഒരാളും തർക്കിക്കാനും വരണ്ട. കാരണം അതുകൊണ്ടാണ് ഈ ലോകം സഞ്ചരിക്കുന്ന മലയാളികൾക്ക് ഇപ്പോൾ മനസ്സിലായി കേരളത്തിൽ വന്നാലാണ് ഏറ്റവും നല്ലത്. വേണ്ട, ഈവൻ ഡൽഹിയിലും മുംബൈയിലും ആയാലും ഇതാണ് നല്ല ഡെൻറ്റിസ്ട്രി കിട്ടണമെങ്കിൽ കേരളത്തിൽ വരണം, ചിലവ് കുറവിന്. അതിനുള്ള കാരണങ്ങൾക്ക് നിങ്ങൾക്ക് പലവർക്കും അറിയാം. അപ്പോൾ ഈ സായിപ്പ് അത്രയും കാശില്ലെങ്കിലും പുള്ളി ഡെൻ്റൽ അപ്പോയിൻമെൻറ്റ് കൊണ്ടുമ്പോൾ ഭാര്യയ്ക്ക് സംശയമായി. അതിനിടയിൽ ഭാര്യയ്ക്ക് സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം വേറെ ആരെയോ ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ എന്ത് സംഭവിച്ചു? ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ ഭാര്യ എന്ത് ചെയ്തു, ഇദ്ദേഹം ഡെൻ്റൽ അപ്പോയിൻമെൻ്റ് ആണെന്ന് പറഞ്ഞ് പോയപ്പോൾ ക്ലിനിക്കിൽ വിളിച്ച് ചോദിച്ചു, മൈ ഹസ്ബൻഡ് ഹാസ് എൻ അപ്പോയിൻമെൻറ്റ്, സോ ആൻഡ് സോ നെയിമൊക്കെ പറഞ്ഞു കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് ഇയാളോട് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ ഓഫീസിൽ നിന്ന് പറഞ്ഞു അങ്ങനെ ഒരാൾക്ക് കൂടെ ഒരു അപ്പോയിൻമെൻ്റ് ഇല്ല, അങ്ങനൊരു സംഭവം ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഇവിടുത്തെ പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു കൊടുത്തു. അവിടെ ഒരു ക്ലിനിക്കിൽ ലിസ്റ്റ് ചെയ്യണം നമ്മൾ പോയി. ഇവിടുത്തെ പോലെയല്ല, 2000-3000 പേഷ്യൻസിന് ലിസ്റ്റേ ഉണ്ടാവുള്ളൂ. ആ ലിസ്റ്റ് വെച്ചിട്ട് അവർ കൃത്യമായിട്ട് ഇടവകളിൽ പോയി ചികിത്സ ചെയ്യണം. എല്ലാ വർഷവും പോയി ക്ലീൻ ചെയ്യും അവർ. ചിലപ്പോൾ 2 പ്രാവശ്യമായി ക്ലീൻ ചെയ്യും. അപ്പോൾ ഈ ഒരു ശീലമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ ശീലമുള്ള അവിടുത്തെ ആണ് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഇത് അവർ തമ്മിലുള്ള ഡിവോഴ്സിന് കാരണമായി, ഡിവോഴ്സിന് രേഖയായെന്നുള്ളതാണ് പറയുന്നത്. സംഭവം എന്താണ്? അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റായിട്ടുള്ളൊരു വിവരം ഞാൻ അവിടെ വന്നോ ഇല്ലയോ എന്നുള്ളത് സ്വന്തം ഭാര്യയോട് പോലും പറയാൻ പാടില്ല. അതാണ് പ്രൈവസി. പ്രോപ്പർ ഓത്തറൈസേഷൻ ഇല്ലാതെ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. വ്യക്തികളായിട്ട് കാണുന്നൊരു സമൂഹമാണത്. എൻ്റെ കാര്യം നിങ്ങളോട് പറയാൻ പാടില്ല, എൻ്റെ രോഗം നിങ്ങളോട് പറയാൻ പാടില്ല. പറയണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചട്ടഘട്ടങ്ങളുണ്ട്. അത്രയ്ക്കും പ്രൈവസി കോൺഫിഡൻഷ്യാലിറ്റിക്ക് അർഹതയുള്ളവരാണ് നമ്മളെല്ലാവരും. പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുമോ? പക്ഷെ അത് നടക്കേണ്ട കാലഘട്ടത്തിലേക്കാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ? അപ്പോൾ രോഗികളുടെ അവകാശമാണ് പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. പക്ഷേ ഈ രേഖകളൊക്കെ സർക്കാർ ചോദിച്ചാലോ പോലീസ് ചോദിച്ചാലോ ഒക്കെ കൊടുക്കാം. അതിന് കൃത്യമായിട്ടുള്ള രേഖകൾ നമുക്ക് കിട്ടണം. ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിനും കൊടുക്കാം. എക്സ്റേ, ട്രീറ്റ്മെൻറ്റ് പ്ലാൻ, പ്രൈസ്, എന്ന് വന്നു, അപ്പോയിൻമെൻറ്റ് ലിസ്റ്റ്, ഇതൊക്കെ കൊടുക്കാം. പക്ഷേ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ചട്ടവട്ടങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടത് നിങ്ങളുടെ അവകാശമാണ്. ഇനി നിങ്ങളിത് മനസ്സിൽ വയ്ക്കുക, എൻ്റെ പ്രൈവറ്റ് ഇൻഫർമേഷൻസ്, കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻസ് എല്ലാം സംരക്ഷിക്കപ്പെടണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക.